നമസ്കാരം. 56ാമത്തെ GST കൗൺസിൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് വീണ്ടും ചില സുപ്രധാന മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ അതാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. നിലവിലുള്ള GST നിരക്കുകളായ 12%, 28% പൂർണ്ണമായും ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ സെസ്സും ഇനി മുതൽ ഉണ്ടായിരിക്കുന്നതല്ല. ഈ GST കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചില റേറ്റ് മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇവിടെ ഷെയർ ചെയ്യുന്നത്. സിമന്റ് മേഖലയിൽ നിലവിലെ 28% ഇനി മുതൽ 18% കുറയുകയാണ്. ട്രാക്ടർ, അഗ്രികൾച്ചറും കൃഷിയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ റേറ്റ് 12 എന്നുള്ളത് 5 ചുരുങ്ങുകയാണ്. വാട്ടർ സ്പ്രിംഗ്ലേഴ്സ് 12% ഉള്ളത് 5% ആകും. ഫുട്വെയർ, ചെരുപ്പുകൾ തുടങ്ങിയവ 1000 രൂപയിൽ താഴെയുള്ളതിന് 12% എന്നുള്ളത് 5% ഇപ്പോൾ കുറയുകയാണ്. 1000 രൂപയിൽ കൂടുതലുള്ളത് 18 എന്നുള്ളത് നിലവിലുള്ള റേറ്റ് തന്നെ തുടരുന്നു. അതുപോലെ റെഡിമെയ്ഡ് ഗാർമെന്റ്സും ക്ലോത്തുകളും എല്ലാം 2500 രൂപയിൽ കുറവാണെങ്കിൽ 5%, അതിന് മുകളിലാണെങ്കിൽ 18% നിലവിൽ വന്നിരിക്കുകയാണ്. ഓട്ടോമൊബൈൽ മേഖലയിൽ കാറുകൾക്കെല്ലാം 1200 cc താഴെയുള്ളവർക്ക് 28% റേറ്റും കൂടാതെ സെസ്സുമായിരുന്നു നിലവിലുള്ളത്. ഇതിപ്പോൾ യൂണിഫോം റേറ്റ് ആക്കി 18% കുറച്ചിരിക്കുകയാണ്. 1200 cc കൂടുതലുള്ള വാഹനങ്ങൾക്ക്, ലാർജർ കാറുകളും SUV ടൈപ്പുകൾക്ക് 28% പ്ലസ് കോമ്പൻസേഷൻ സെസ് ഉണ്ടായിരുന്നു. അത് 50% വരെ പോകുമായിരുന്നു എഫക്റ്റീവ് റേറ്റ് ഓഫ് ടാക്സ്. അതിപ്പോൾ ഗവൺമെന്റ് 40% ഫിക്സ് ചെയ്തിരിക്കുകയാണ്. 2 വീലേഴ്സിന്റെ കേസിൽ 350 cc അതിൽ താഴെയുള്ള വാഹനങ്ങൾക്ക് 28% റേറ്റ് ഇരുന്നത് 18% ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. മെഡിക്കൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഇതെല്ലാം 18% ഉള്ളത് നില്ലാക്കി അഥവാ എക്സംപ്റ്റഡ് ആക്കിയിരിക്കുകയാണ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് 12% ഇരുന്നതും ഇതുപോലെ തന്നെ 5% ആക്കി കുറച്ചിരിക്കുകയാണ്. ട്രാവൽ, ബിസിനസ് ക്ലാസ് ട്രാവൽസിന് 12% നിലവിലുള്ള ഫ്ലൈറ്റിലെ GST നിരക്ക് ഇപ്പോൾ 5% അതും ചുരുക്കിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാന മാറ്റം ഹോട്ടൽ സ്റ്റേ ആണ്. നമ്മൾ റൂംസ് എടുത്ത് താമസിക്കുമ്പോൾ പെർ ഡേ പെർ കസ്റ്റമർ നിലവിൽ 7500 രൂപയോ അതിൽ താഴെയോ ആണ് ദിവസ വാടക എങ്കിൽ നിലവിൽ 12% എന്നുള്ളത് 5% കുറച്ചിരിക്കുകയാണ്. അതേസമയം 7500 രൂപയിൽ കൂടുതൽ താരിഫുള്ള അല്ലെങ്കിൽ ടാക്സബിൾ വാല്യൂ ഉള്ള റൂംസിന് നിലവിലെ 18% അതുപോലെ തന്നെ തുടരുന്നതായിരിക്കും. മറ്റൊരു ചേഞ്ച് AC അഥവാ എയർ കണ്ടീഷൻ, TV ഏത് സൈസിലുള്ളതാണെങ്കിലും, ഡിഷ് വാഷിംഗ് മെഷീൻ ഇതെല്ലാം 28 ഇരുന്നത് 18 ആയി. ഡ്രഗ്സ്, മെഡിസിൻസ് എല്ലാം പ്രധാനപ്പെട്ടവ 12% ഉള്ളത് 12% ഉള്ളത് എല്ലാം 5% കുറച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ 12% റേറ്റിലുള്ള 99% ഓഫ് ഐറ്റംസും ഇപ്പോൾ 5% ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ 28% ബാധകമായിരുന്ന 90% ഐറ്റംസും ഇപ്പോൾ 18% ഗവൺമെന്റ് മാറ്റിയിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം ഇപ്പോൾ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 22, 2025 തുടങ്ങി മാത്രമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒട്ടനവധി നോട്ടിഫിക്കേഷൻസും സർക്കുലേറ്റ്സ് എല്ലാം വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് പ്രധാന ഹൈലൈറ്റ്സ് 56ാമത്തെ GST കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത്.